നമ്മൾ സാധാരണ ഈ പാർക്കിലേക്ക് വരുമ്പോ ഇവിടെ കാണുന്നത് പൂക്കളും പുഷ്പങ്ങളും പൂമ്പാറ്റകളും ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഈ പാർക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പ്രണയമാണ്. സത്യം പറഞ്ഞാ ഈ പ്രണയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും എന്റെ 37 വർഷത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത് ഈ ഇലക്ട്രിക് കാറുമായിട്ട് പെട്രോൾ പമ്പിൽ കയറി ഒരുത്തന്റെ അവസ്ഥയിലാണ്. ഇതെന്തിനാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മച്ചിയാണ്, എനിക്ക് ഒരു പിടുത്തം. പക്ഷേ നിങ്ങളൊക്കെ അതുപോലല്ല, എനിക്കറിയാം. അറേഞ്ച് മാരേജ് ചെയ്തിട്ട് ലവ് മാരേജ് ചെയ്ത പോലെ ജീവിതം ആഘോഷിച്ച ശ്വേതാ മേനോൻ, ലവ് മാരേജ് ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അത് അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞ ഡയാന, ജീവിതത്തിൽ ഈ വക കാര്യങ്ങളൊന്നും ഇതുവരെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ശ്രുതി രജനികാന്ത്. ഞാൻ അത് കുട്ടികളിൽ വെച്ചിരുന്ന കൗണ്ടറാ, ഇങ്ങറ്. പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. മനുഷ്യന്മാർക്ക് പ്രേമം ഉണ്ടാകുന്നു, പ്രാന്ത് ഉണ്ടാകുന്നു ഏകദേശം ഒരേ സമയത്താണ്. ആ സമയത്താണ് അവന്റെ തലച്ചോറ് പ്രവർത്തനരഹിതമാകുന്നത്. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ അമ്മയുടെ തയ്യക്കടയിലെ തുണികളൊക്കെ ഞാനാണ് വീടുകളിൽ കൊണ്ടുപോയി ഹോം ഡെലിവറി നടത്തുന്നത്. അപ്പൊ പകുതി കണ്ണ് കാണാൻ പറ്റാത്ത പൊന്നമ്മച്ചിയുടെ വീട്ടിൽ തയ്ച്ച ബ്ലൗസ് കൊടുക്കാൻ നേരം പൊന്നമ്മച്ചിയുടെ കൊച്ചുപോടകയിൽ നൈസായിട്ട് കുഞ്ഞു പ്രേമലേഖനം സെറ്റാക്കി വെച്ചു കൊടുത്തു. 100 വർഷം നിനക്ക് വേണ്ടി കാത്തിരിക്കും, 500 വർഷം നിന്നെ പ്രേമിക്കും, 1000 വർഷം നിന്റെ കൂടെ ജീവിക്കാൻ. വൈകുന്നേരം പൊന്നമ്മച്ചി അമ്മയുടെ കടയിൽ വന്നിട്ട് 300 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഒറ്റ ഡയലോഗാ: നിങ്ങളുടെ മകൻ തയ്യക്കൂലി എഴുതി കുട്ടിക്കൊണ്ട് വന്നത് കംപ്ലീറ്റ് തെറ്റായിരുന്നു. ഇങ്ങനാണ് ആ പൊട്ടൻ എങ്ങനെയാ ഇപ്രാവശ്യവും 10ാം ക്ലാസ് പാസ്സാകുന്നത്? അന്നത്തോടു കൂടി ഞാനൊരു സിഗ്മ മെയിലായി പോയി. എനിക്ക് പ്രേമം പ്രണയം ഒന്നും ഇഷ്ടമേ അല്ല. പക്ഷെ ചുരിദാർ ഇളക്കിയിട്ടേക്കണം കണ്ടാലും ഞാൻ 10 മിനിറ്റ് അത് നോയിക്കൊണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തില് ഈ പ്രേമവും പ്രണയൊന്നും എനിക്ക് പറ്റിയ സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് പറ്റില്ല. എന്റെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെയാണ്. അടുത്തിരിക്കും ഈ സാധനം കണക്റ്റഡ് ആയിരിക്കും. ഒന്ന് അകത്ത് നോക്കിയാൽ ഇറ്റ് വിൽ സെർച്ച് ഫോർ അനദർ ഡിവൈസ്. അടിപൊളി. മാത്രമല്ല ഇത്തരക്കാർക്ക് ഇങ്ങനെ പ്രണയിക്കുന്ന കവിതാക്കൾക്ക് സ്ഥിരം ഉടമസ്ഥര് കാണത്തില്ല. അപ്പം തൽക്കാലത്തേക്കുള്ളവർ മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ ഇവര് പ്രണയിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് പോലും ഓർമ്മകളല്ല, എവിഡൻസുകളാണ്. ആദ്യമൊക്കെ ലവ് ആയിരിക്കും ഇവരുടെ സംസാര വിഷയം. പിന്നെ വാട്സപ്പിലെ ലാസ്റ്റ് സീന 11:45 വരെ നീ ഓൺലൈനിൽ ഇരുന്നിട്ട് 11:44 എനിക്ക് അയച്ച മെസ്സേജിന് റിപ്ലൈ തന്നില്ലോടി. എന്തിന്? ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിന് പച്ചലൈറ്റിന് വെട്ടം കുറവാന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കി കവിതാക്കളെ വരെ എനിക്കറിയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, യദു കൃഷ്ണൻ. ഈയിടെ കല്യാണം കഴിഞ്ഞ ലവ് മാരേജ് ആയിരുന്നു. അവനിപ്പോ ഭാര്യയുടെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടേക്കും. എന്തിനാ? ഭാര്യ അവന് സ്പേസ് കൊടുക്കുന്നില്ല അത്രേ. കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിൽ ഞാൻ ആലപ്പുഴ ബീച്ചിൽ വെച്ച് അവരെ കാണുമ്പോൾ ഒരു തരി മണല് വീഴാനുള്ള സ്പേസ് ഇല്ലായിരുന്നു രണ്ടിന്റെ ഇടയിൽ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോ രണ്ടിന്റെ ഇടയിൽ 2 ലോഡ് മണലടിക്കാം, അമ്മാതിരി സ്പേസ്. ആ സ്പേസ് അവന് പോരാ. അവനിപ്പോ പുറത്തൊരു പടം കാണാൻ പോയ സ്പേസ്, ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോയ സ്പേസ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് ട്രിപ്പിന് പോയാൽ പോലും ഒരു സ്പേസ് വേണം. ISRO പോലും ഇത്രയും സ്പേസ് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പം ഈ റിലേഷൻഷിപ്പ് ഒക്കെ നിർത്തിയിട്ട് കംപ്ലീറ്റ് സിറ്റുവേഷൻഷിപ്പിലേക്ക് കടന്നു. അതൊന്നും കുഴപ്പമില്ല. അതെന്താ സംഭവം എന്നറിയാം? ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി അറ്റാച്ച്ഡ് ആവത്തില്ല. പരിചയക്കാരാണെന്ന് ചോദിച്ചാൽ അതെ, ഫ്രണ്ട്സ് ആണോന്ന് ചോദിച്ചാൽ അതെ, ലവേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അതും അതെ. അതായത് രമേഷ് പിഷാരടിയെ പോലെ. TV-കാരനാണോന്ന് ചോദിച്ചാൽ അതെ, സിനിമാക്കാരനാണോന്ന് ചോദിച്ചാൽ അതെ, രാഷ്ട്രീയക്കാരാണോന്ന് ചോദിച്ചാൽ അതും അതെ. അമ്മാതിരി പരിപാടിയാ. അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന പിന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായ പോരാ. ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞങ്ങളുടെ അടുത്ത് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ട്. പുള്ളിക്കാരുടെ വെഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിന്റെ കൈ ഇങ്ങനെ 8 ആയിട്ട് മടക്കി കച്ചത്തി വെച്ചൊരു ഫോട്ടോ ഇട്ടേക്കോ. ഞാനൊരു പറക്കുന്ന പട്ടമാണ്. പക്ഷെ എവിടെ പറഞ്ഞാലും എന്റെ പട്ടത്തിന്റെ ചരട് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലാണ്. മൈ ഹബ്ബി. ഞാൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ചെന്നിട്ടേ കൂട്ടുകാരുടെ ഫോൺ എടുത്തപ്പം രാവിലെ പോസ്റ്റ് ഇട്ട ഈ പട്ടത്തിന്റെ ഓരോ ചരട് അവന്മാരുടെയിലും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് ഇവന്മാരുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെയും വിചാരം ഈ ചരട് ഇവരുടെ കൈ മാത്രമാണ്.
ഈ വാട്സപ്പിലുണ്ടല്ലോ വൺ ടൈം മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഇല്ലായിരുന്നു. ചേച്ചിയൊക്കെ പണ്ടേ വൈറലാകണ്ടായില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് എടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മിസ് യു എന്നുള്ള മെസ്സേജ് കേട്ടേക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സ്വിഗ്ഗി ഒരാഴ്ച യൂസ് ചെയ്യാതിരുന്നു എപ്പോഴാലും ഓപ്പൺ ചെയ്യും. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തകരുടെ നമ്പറിൽ നിന്നും മിസ് യു എന്ന മെസ്സേജ് വന്നു. ഞാൻ നോക്കാൻ പോയില്ല. കുറച്ച് ലവ് യു എന്ന മെസ്സേജ് വന്നു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ അവളൊരു കിസ്മി ഇട്ടേക്കുന്നു. അതിൽ ഞാൻ പെട്ടു. ചേട്ടന്റെ അഭിഹിതത്തെ പറ്റി എന്താ അഭിപ്രായമൊന്നും? ഇവിടെ ഹിതം പോലും നടക്കാതില്ല. അപ്പോഴാണ് അവളുടെ അഭിഹിതം. പക്ഷെ അവളുടെ 10 മിസ്യുവിൻ്റെ അകത്ത് ഞാൻ വീണു. അവസാനം എന്റെ ശമ്പളത്തിൽ നിന്ന് അവിടെ കെട്ടിയവന്റെ വണ്ടിയുടെ EMI മുഴുവൻ ഞാൻ അടച്ച് തീർത്തപ്പോഴാണ് അത് മിസ് യു അല്ല യൂസ് മീ ആയിരുന്നു. അവള് പോയി കഴിഞ്ഞു. പിന്നെയും ഒരു 2 വർഷം എടുത്തു അവളുടെ ഓർമ്മകൾ എന്നെ വിട്ടുപോകാൻ. കാരണം 2 കൊല്ലത്തെ EMI എന്റെ പേര് ഇട്ടിട്ട് ഒരു മൊബൈൽ ഫോൺ കൂടെ വാങ്ങിച്ചിട്ടാ അവള് പോയത്. പിന്നെ എനിക്ക് ഈ ഗോസ്റ്റിങ്ങിന്റെ നാളായിരുന്നേ. ഈ ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ സംഭവം അറിയോ? മര്യാദയ്ക്ക് വീടും കുടുംബവും നോക്കി ജോലിയും ചെയ്യേണ്ട ഒരു മനുഷ്യനെ പ്രേമിക്കാൻ വിളിച്ചിട്ട് ഉണ്ടോ ഉറങ്ങിയോ കുളിച്ചോ കിടന്നോ ഇതൊന്നും പോരാന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പനിക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ 3 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഉമ്മ ഇതെല്ലാം തന്നിട്ട് അവരങ്ങ് പോവും. നമുക്ക് അവസാനം ദേഹം വേദന, ശരീരം തളർച്ച, കഷ്ടപ്പാട്, ഉത്കണ്ഠ ഇതെല്ലാമായിട്ട് ഞാൻ ഡോക്ടറെ പോയി കേട്ടപ്പം ഡോക്ടർ കറക്റ്റ് കാര്യം പറഞ്ഞു. പ്രമേഹം വരേണ്ട പ്രായത്തിൽ പ്രേമിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? വീട്ടിൽ പോകാൻ ഇറങ്ങാം. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് കുറ്റബോധത്തോടു കൂടി ഭാര്യയോട് മാപ്പ് ചോദിക്കണമല്ലോ. ഞാൻ നൈസായിട്ട് ഭാര്യനെ നടത്തി വിളിച്ച് ഇങ്ങനെ മാപ്പ് ചോദിച്ചു. അതായത് ഈ ധർമ്മദുരൈ എന്ന് പറഞ്ഞൊരു തമിഴ് പടത്തിലെ വിജയ് സേതുപതി തന്റെ പ്രേമത്തെ പറ്റി ഭാര്യയായ തമന്നയോട് പറയുമ്പോൾ തമന്ന അത് ക്ഷമിക്കുന്നുണ്ട്. എനിക്ക് വിജയ് സേതുപതി ആകാൻ പറ്റും, നിനക്ക് തമന്നയാകാൻ സാധിക്കുമോ? ഇവിടെ ഒരു പാട് കാണാം, ചേച്ചി കാണാം, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇത് ഫാറ്റി ലിവറിന്റെ അല്ല, തമന്ന തവി വെച്ചടിച്ചതാ. അണപ്പൻ പറഞ്ഞ അണ്ണാക്കി ഇന്നലെ തപ്പിയെടുത്ത്. പക്ഷെ ആ അടിയോടുകൂടി ഞാൻ ഒരു സത്യം മനസ്സിലാക്കി ഗൈസ്. വേറൊന്നുമല്ല, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാമുകന്മാരെ തമ്മിൽ മാത്രമല്ല, അതിപ്പം ഭാര്യയും ഭർത്താവും, അപ്പനും അമ്മയും മകനും, ഇതെല്ലാം ഒരു തരത്തിൽ റിലേഷൻഷിപ്പാണ്. ഇപ്പം ഞാൻ എൻ്റെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ വഷളാകുന്നത് മാസം ശമ്പളം വരുമ്പോൾ അമ്മയ്ക്ക് ഒരു 10,000 രൂപ കൊടുക്കുമ്പോഴാണ്. കഴിഞ്ഞ മാസം ഞാൻ അറിയാതെ ഒരു 1000 കൂട്ടി 11,000 കിട്ടും. അമ്മയൊന്നും മിണ്ടിയില്ല. ഒരു റിലേഷൻഷിപ്പ് വഷളാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ബുദ്ധിപരമായിട്ട് ഈ മാസം 1000 കുറച്ച് 9,000 കിട്ടുള്ളൂ. അപ്പൊ തന്നെ അമ്മയുടെ മെസ്സേജ്, പൈസ കിട്ടോ തെറ്റിപ്പോയി കേട്ടോ. അല്ലമ്മേ കഴിഞ്ഞ മാസം ഒന്ന് തെറ്റിയായിരുന്നു. അപ്പൊ അമ്മയൊന്നും മിണ്ടിയില്ല. അപ്പൊ തന്നെ ഒന്ന് സെൻഡ് റിപ്ലൈ, മോനെ ചില തെറ്റുകൾ ഒരു പ്രാവശ്യം ക്ഷമിക്കാം, 2ാമത്തെ പ്രാവശ്യം പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും ഏറ്റവും കൂടുതൽ വഷളാകുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാം. അതായത് AI-യുടെ പേര് അമ്മയ്ക്ക് വിളി കേട്ട് ഞാൻ കഴിഞ്ഞ ഓഫീസിൽ നിന്ന് കയറി വരുമ്പം എന്റെ ഭാര്യ പിള്ളേരെ പഠിപ്പിക്കുക, പുസ്തകം എടുത്ത് എന്റെ നെഞ്ചത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഡയലോഗാ. മര്യാദയ്ക്കും മര്യാദകേടിനും ഓരോ ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്താ പറയേണ്ടത്? യന്ത്രങ്ങളുടെ പോലും തള്ളക്കി വിളിയും കേട്ടിട്ട് പെരക്കാത്ത കയറി ഒന്ന് എന്നോട് അവൾ ഈ കാട്ടായം കാണിച്ചു. ഞാൻ അവളെ ഒന്നും പറയാനില്ല. എന്റെ മര്യാദ അവൾ ഈ കാട്ടായം കാണിച്ചത് അവിടെ മര്യാദ കേട്. നിങ്ങൾ ഓർക്കണം, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ഓഫീസിലെ കാര്യം പറഞ്ഞ് നീക്കി എല്ലാം തീർത്തിട്ട് വൈകിട്ട് ഭാര്യയായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് നടുന്നു വെറുക്കാമെന്ന് കട്ടിലേ കയറി കിടന്ന ഈ കുഞ്ഞുങ്ങൾ നടുക്കൊണ്ടോ ഒന്ന് ഒറ്റ ചാട്ടവാ. പ്രസവിക്കുന്ന പ്രോസസ്സേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ, പ്രസവിപ്പിക്കുന്ന പ്രോസസ്സ് നിർത്തിയിട്ടില്ല. ഇങ്ങനെ എല്ലാ റിലേഷൻഷിപ്പും തകർന്നു ഒരുത്താൻ തരിപ്പട് വായിക്കുന്ന ചിലർ കരയും, ചിലർ ഡിപ്രഷൻ അടിക്കും, വേറെ ചിലർ എന്നെ പോലെ ഇവിടെ ഒന്ന് സ്റ്റാൻഡപ്പ് കോമഡി. സാധാരണ സ്റ്റാൻഡപ്പ് കോമഡി കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കുറെ ആരാധകരെയാണ്. എനിക്ക് മാത്രം ആശ്വസിപ്പിക്കാൻ കുറച്ച് ആളുകളെയാണ്. എനിക്കത് മതി ഗൈസ്. നന്ദി, നമസ്കാരം ഗൈസ്. അടിപൊളിയായിരുന്നു. ഇതൊക്കെ മേലെ ഇനി വെക്കടാ എന്തെങ്കിലും. അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ ബ്രോ. തുടക്കം തൊട്ട് അവസാനം വരെ ക്വാളിറ്റി കണ്ടന്റ് അടികള്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ, നമ്മളൊരു സിനിമ കണ്ട പോലെ. നമ്മളെല്ലാവർക്കും ഇവിടെ മിക്ക ആൾക്കാരും മാരീഡ് ആണ്, മീൻസ് അമംഗ്സ്റ്റ് us അതർ ദാൻ ശ്രുതി. പക്ഷെ നമ്മളെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. യുനോ, നമ്മൾ നമ്മുടെ ലൈഫിന്റെ കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്ത് ബ്യൂട്ടിഫുള്ളി
എന്ത് നല്ല ബ്യൂട്ടി സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ബിക്കോസ് അങ്ങനെ ഒരു നമ്മളൊരു കൺഫെഷൻ പോലെയായിരുന്നു. സോ ബ്യൂട്ടിഫുൾ. ആദ്യം 37 വയസ്സുകാരൻ കല്യാണം കഴിച്ചില്ല എന്നുള്ള ഒരു ദുഃഖത്തിലാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെയല്ലേ മനസ്സിലായത് ഈ ദുഃഖത്തിന്റെ കാരണം തന്നെ കല്യാണം. അത് മാത്രമല്ല ചേച്ചി, എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഇപ്പം നമ്മൾ മാരീഡ് കപ്പിളിന്റെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജെൻസിക്കാർ, അതായത് നമ്മുടെ പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും ഗോസ്റ്റിംഗ് ആണെങ്കിലും കണ്ടതാ. എനിക്ക് ആ ബ്ലൂടൂത്ത് നല്ല ഇഷ്ടമായി. എല്ലാ ജനറേഷനും പോയി ആ ബ്ലൂടൂത്തിന്റെ അയ്യോ അതൊക്കെ അത് ഫ്രഷ് സൂപ്പർ ഉണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായി. സ്റ്റാർട്ടിങ് മുതൽ എന്റെ വരെയുള്ള എല്ലാ സെന്റൻസിലും ഓരോ തമാശ ആ എക്സാക്ട്ലി. ഒരിടത്ത് പോലും ചിരിക്കാതിരുന്നില്ല. അടിപൊളിയായിരുന്നു. താങ്ക് യു. എവിടെ നെൽസൺ ബ്രോയുടെ സ്ഥലം എവിടെയാണ്? സ്ഥലം കോട്ടയം. കോട്ടയത്താണല്ലേ? ആ, സംസാരമൊക്കെ പറയാം. കേട്ടാ? അല്ല, ഭാഷയുടെ ഒരു ലാളിത്യം താങ്കൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഭാഷയുടെ ലാളിത്യം നല്ല രസമുണ്ട്. ഇത് എത്ര നേരം കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ എത്ര ദിവസമാണോ എത്ര നേരം കൊണ്ട് ഏട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്താണ്? ഞാൻ ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി എപ്പോഴും എഴുതും. ഒരു ദിവസം കൊണ്ട് അങ്ങനെയല്ല, കുറച്ച് എഴുതും. കോമഡികൾ പിന്നെ റീവർക്ക് ചെയ്യും. ഒരു 4-5 ഡ്രാഫ്റ്റ് എഴുതും. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയിലും എടുക്കും. ഇതിലൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ അതോ ചുമ്മാ? ഇല്ല, ജീവിതത്തിൽ നിന്ന് ഇച്ചിരി എടുക്കും. ഞാനേ ആ 15 മിനിറ്റ് ഒരു ചുരിദാർ നോക്കിക്കണത് നെൽസൺ ചേട്ടാ, ശരിക്കും ഭാര്യ ബുക്ക് എടുത്തെറിഞ്ഞോ? അതൊന്നും ഇല്ല. മാരീഡാണോ? മരീടാ. ആലിസേ, നെൽസൺ ഹാപ്പിലി മാരീഡ് ആണ്. 3 കുട്ടികളുടെ അച്ഛനാണ്. മനസ്സിലാക്കി? അയ്യോ, നെൽസൺ ആക്ച്വലി നമ്മുടെ അമൃത ടിവിയുടെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ വിന്നർ ആണ്. ആൻഡ് നെൽസന്റെ എല്ലാ പെർഫോമൻസുകളും സൂപ്പർബാണ്. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു സീ യു ഗ്രോ ലൈക്ക് ദിസ്. ഭയങ്കര സന്തോഷമാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു കോർപ്പറേറ്റ് ബാങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻസിലാ. ലോണൊക്കെ എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അല്ല, ഇത് ലോൺ വല്ലോണ്ടാ ചോദിക്കായിരുന്നു. അല്ല, അതുകൊണ്ടാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ, ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇതും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ ചെയ്തതും അടിപൊളി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. വി ആർ സോ ഹാപ്പി. ഞങ്ങളുടെ ടീമിന്റെ ഒരു അഭിമാനമാണ് നെൽസൺ. നല്ല കൈയോട് നല്ല കൈയോട്. ഇതൊക്കെ മേലെ ഇനി അവർക്കൊന്നും വെക്കാനില്ല നെൽസൺ ചേട്ടാ. നിങ്ങൾ തൂക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കിടിലം ടോപ്പിക്കുമായിട്ട് വരും. അവരെ ഇതേപോലെ നമ്മൾ തിരിച്ച് കാണിക്കാ കൊഞ്ഞ. കഴിവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കഴിവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കും. താങ്ക് യു. സൂപ്പർ. അപ്പൊ കാണാൻ നെൽസൺ ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.